ലൈവായോ? ഹലോ ഗൈസ്, വെൽക്കം. കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ ഹലോ ഹലോ. വേറൊന്നും പറയാനായിട്ട് വന്നതല്ല. എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളും ഒന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറെ കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ തന്നെ പോകും. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടാ. ഇപ്പം അതിനെപ്പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇനിയിപ്പോ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇത്ര വരെ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടാടൊപ്പം നിൽക്കുക. ഞാനൊരു വലിയ റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം. മച്ച് എല്ലാവർക്കും വളരെ നന്ദി. കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നെ. അതൊക്കെ മതി എനിക്ക്. ആ സപ്പോർട്ടൊക്കെ മതി. ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. വേറെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് വന്നില്ല ഞാൻ. ഇങ്ങനെ അങ്ങനെ മാത്രം ഫോക്കസ് ചെയ്യല്ല. എൻ്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഞങ്ങളുടെ മെസ്സേജസ് ആണെങ്കിലും എനിക്ക് വരുന്ന കോളാണെങ്കിലും എല്ലാവരും പറയുന്ന കാര്യം ഞാൻ പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ നന്ദി എന്നെ മനസ്സിലാക്കിയത്. ഇപ്പൊ ഓരോരോ ന്യൂസുകളൊക്കെ ഇനി വരാം. ഒക്കെ വരാമെന്നൊന്നും അറിയത്തില്ല. കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. എല്ലാത്തിനും റിപ്ലൈ ഇടണമെന്നുണ്ട്. ഈ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ് കേട്ടാ. ആരും ഇതാവണ്ട. കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പോവാണെങ്കിൽ അങ്ങോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ഇടയ്ക്കൊരു സപ്പോർട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പോട്ടെ. അപ്പൊ ഞാനപ്പോ ഈ കാര്യം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഞാനിത് നോക്കാം.
പോട്ടെ അപ്പം. ഈ കാര്യം ഒന്ന് പറയണമെന്ന് മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അത് പറയാനായിട്ട് വന്നേ. കാരണം കുറെ മെസ്സേജ് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ലൈവ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. എല്ലാവരും കാണുമല്ലോ അപ്പൊ. ഓക്കെ, ബൈ ബൈ. ഞാൻ അപ്പൊ പോട്ടെ. അപ്പം ഇക്കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളടുത്ത് സംസാരിക്കണമെന്നുണ്ട്. ഞാൻ സംസാരിക്കും. ഒരു ദിവസം നമുക്ക് ലൈവ് ഒക്കെ വരാം. സമയമൊക്കെ ഇത്രയായില്ലേ. ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ വന്നതാ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ സോ മെനി ലവ്സ്. ഇഷ്ടംപോലെ മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാവർക്കും താങ്ക് യു. എനിക്ക് ചിലർക്കൊന്നും മെസ്സേജ് ഇടാൻ പറ്റിയിട്ടില്ല, റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും കൂടെ പറയാൻ ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ഞാനൊന്നും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. ഞാൻ എൻ്റെ ആയിട്ടുള്ള ഒരു ലൈഫിൽ ഇങ്ങനെ പോകാൻ പോവുകയാണ്. ഇതിലൊക്കെ വരും, ഞാനതൊന്നും ഇതാക്കുന്നില്ല. ഞാനേലും നോക്കാം. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പോൾ പോട്ടെ ഞാൻ. ബൈ.